Hey students, welcome back. നമ്മളിന്ന് നോർമൽ ഷോക്കിൻ്റെ സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മറ്റേ ഡെറിവേഷൻ ചെയ്യാൻ എന്തായാലും അത് ഒന്നുകൂടി ചെയ്യാനുണ്ട്. അതിപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയാലും ചെയ്യാം, അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒരു ഇത്തിരി കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇത് 2014 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ 2014 MGയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ ഇത് യാഹ്യ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം ആയതുകൊണ്ടും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്രോബ്ലമാണ്. ഇത് ഹൈബ്രിഡ് പ്രോബ്ലം ഒന്നുമല്ല, സാധാരണ പ്രോബ്ലമാണ്. ഹൈബ്രിഡ് പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം, ചെറുതായിട്ട് ഐസെൻട്രോപിക് കയറി വരുന്നുണ്ട്, പോട്ടെ. അപ്പോൾ പ്രോബ്ലം നോക്കാം. റേഷ്യോ ഓഫ് എക്സിറ്റ് ഏരിയ ടു എൻട്രി ഏരിയ ഇൻ എ സബ്സോണിക് ഡിഫ്യൂസർ ഈസ് 4. The Mach number of a jet of air approaching the diffuser at P0 is equal to 1.013 bar. Tx is equal to 290 Kelvin is 2.2. There is a standing normal shock wave just outside the diffuser entry. The flow in the diffuser is isentropic. Determine at the exit of the diffuser Mach number, temperature, pressure, stagnation pressure difference between the initial and final states of the flow. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കണം, എന്നാലാണ് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഒരു സബ്സോണിക് ഡിഫ്യൂസർ ഉണ്ട്. ഈ ഡിഫ്യൂസറിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റാറ്റിക് നോർമൽ ഷോക്ക് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡിങ് നോർമൽ ഷോക്ക് ഉണ്ട്. ഇപ്പോൾ സ്റ്റാൻഡിങ് നോർമൽ ഷോക്ക് ഉണ്ട്, മൂവിങ് നോർമൽ ഷോക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യണ കണക്കുകളെല്ലാം സ്റ്റാൻഡിങ് നോർമൽ ഷോക്കുകളാണ്. അതെന്തുകൊണ്ടാണ് സ്റ്റാൻഡിങ് നോർമൽ ഷോക്കുകൾ വരുന്നത്? നമ്മളൊരു ഫ്ലോയിൽ ഒരു ഷോക്ക് വേവ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഓഫ് ഫ്ലോ ആണ്. നമുക്കൊരു ഷോക്ക് വേവ് നമ്മൾ ജെറ്റ് എഞ്ചിൻ്റെ ഒക്കെ ആനിമേഷനും വീഡിയോ ഒക്കെ കണ്ടാണ്. അപ്പോൾ ഒരു ഷോക്ക് വേവ് ഉണ്ടാകുമ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യില്ലോ, നീണ്ടു പോകുമല്ലോ. അപ്പോൾ ഇത് എപ്പോഴാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലോ എന്ന് പറയുന്ന സാധനം, അതായത് ഫ്ലോ ഫീൽഡ് വെലോസിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ കണ്ടു, ഇപ്പോൾ ഡക്റ്റിൽ ഉള്ള എയറിൻ്റെ വെലോസിറ്റി, ഈ ഷോക്ക് വേവ് എങ്ങോട്ട് ഉണ്ടാവുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവുക. അതായത് സബ്സോണിക് ടു സൂപ്പർസോണിക് ട്രാൻസിഷൻ വരുന്ന സമയത്താണ് ഈ പറഞ്ഞ ഷോക്ക് വേവ് ഉണ്ടാവുന്നത്. പക്ഷേ ഷോക്ക് വേവ് ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഷോക്ക് വേവ് ഇപ്പോൾ സൂപ്പർസോണിക് ടു സബ്സോണിക് ട്രാൻസിഷൻ, സൂപ്പർസോണിക് ഫ്ലോ പോയി സബ്സോണിക് ആകുമ്പോഴാണ് ഷോക്ക് വേവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഷോക്ക് വേവ് ഈ ഫ്ലോയുടെ സബ്സോണിക് പാർട്ടിലേക്കല്ല മൂവ് ചെയ്യുക, സൂപ്പർസോണിക്കിൻ്റെ പാർട്ടിലേക്കാണ് മൂവ് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. പക്ഷേ ഈ ഷോക്ക് വേവിൻ്റെ എക്സാക്ട് വെലോസിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ ഈ സൂപ്പർസോണിക്കിൽ വരുന്ന എയർ ഫ്ലോ പാർട്ടിക്കിൾസും ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടാവുമല്ലോ, ആ ഷോക്ക് വേവിൻ്റെ റിലേറ്റീവ് വെലോസിറ്റിയാണ് നമുക്കവിടെ കാണാൻ പറ്റുക. ഇപ്പോൾ ഒരു സെക്കൻഡ്, ഇപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്ലോ ചാനലാണെന്ന് വിചാരിക്കാം. ഈ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നത് സബ്സോണിക് ഫ്ലോയും റെഡ് കളറിൽ കാണുന്നത് സൂപ്പർസോണിക് ഫ്ലോയാണ്. അപ്പോൾ സൂപ്പർസോണിക് ഫ്ലോയിലുള്ള ഗ്യാസസ് ഈ ഡയറക്ഷനിൽ ഒരു സർട്ടൺ വെലോസിറ്റിയിൽ പോകുന്നുണ്ടാവും, സബ്സോണിക് ഫ്ലോയിലുള്ള സാധനവും ഈ ഡയറക്ഷനിൽ ഏതൊരു സർട്ടൺ ഫ്ലോയിൽ പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഷോക്ക് വേവ് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോക്ക് വേവ് ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കുകയല്ല ചെയ്യുക, ശരിക്കും ഇപ്പുറത്തോട്ട് നീങ്ങും. അതെങ്ങടെ പോവാ, ഈ സൂപ്പർസോണിക്കിൻ്റെ ഫ്ലോ റീജിയമിലേക്കാണ് പോവുക. അപ്പോൾ അതിൻ്റെ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിന്ന് വെച്ചോ, ഈ ഷോക്ക് വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? ഈ ഷോക്ക് വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ വെലോസിറ്റി, ഈ ഷോക്ക് വേവിന് ഇങ്ങോട്ട് നമ്മൾ കാണുന്ന വെലോസിറ്റി പ്ലസ് ഈ വെലോസിറ്റി ആയിരിക്കും, നമ്മുടെ സൂപ്പർസോണിക്കിൻ്റെ വെലോസിറ്റി ആയിരിക്കും. കാരണം ഇത് ഇങ്ങോട്ട് വരുന്ന എയറിനെയും തള്ളി മാറ്റിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന എയർ, ഈ സൈഡിൽ നിന്ന് വരുന്ന എയർ ഒരു 50 മീറ്റർ/സെക്കൻഡിൽ വന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മുടെ ഷോക്ക് വേവ് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് കാണുന്നത് ഒരു 10 മീറ്റർ/സെക്കൻഡിലാണ് ഇത് പോകുന്നത് നമ്മൾ കാണുന്നത്. നമ്മൾ റിലേറ്റീവ് ടു നമ്മൾ പുറത്ത് നിൽക്കുന്ന ആളാണല്ലോ. അപ്പോൾ ആക്ച്വലി ശരിക്കും എന്താ സംഭവിക്കുന്നത്, ഈ 50 മീറ്റർ/സെക്കൻഡിൽ വരുന്ന എയറിനെയും ഓവർടേക്ക് ചെയ്തിട്ടാണ് ഈ 10 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ആക്ച്വലി 50 + 10 60 മീറ്റർ/സെക്കൻഡിലായിരിക്കും ഈ ഷോക്ക് വേവ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ ഫ്ലോ ഫീൽഡിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിലാണ് നമ്മൾ മൂവിങ് ഷോക്ക് വേവ്സ് പറയാം. അതായത് നമ്മുടെ ഫ്ലോ ഫീൽഡ് മൂവ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഷോക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും, അത് റിലേറ്റീവ് ടു ദി ഫ്ലോ ഫീൽഡാണ്. നമ്മളൊരു എക്സ്റ്റേണൽ ഒബ്സർവർ ശരിക്കും സ്റ്റേഷനറി ആയിരിക്കും ചെയ്യും. ഓക്കെ, പക്ഷേ നമ്മൾ ഇത്ര നേരം പഠിച്ചതെല്ലാനും സ്റ്റാറ്റിക് ഷോക്ക് വേവുകളാണ്, അതായത് സ്റ്റാൻഡിങ് ഷോക്ക് വേവുകളാണ്. ഇപ്പോൾ ഒരു ഡിഫ്യൂസറിൻ്റെ എക്സിറ്റിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഷോക്ക് വേവുകളാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഷോക്ക് വേവിൻ്റെ വെലോസിറ്റി, ഇങ്ങോട്ട് പോകുന്ന വെലോസിറ്റിയും ഈ സാധനത്തിൻ്റെ ഇങ്ങോട്ട് വരുന്ന വെലോസിറ്റി, ഇതിപ്പോൾ 50 + 10 60 എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ വെലോസിറ്റി 50യും ഷോക്ക് വേവിൻ്റെ വെലോസിറ്റി 50 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആസ് ഒപ്പോസ് ടു ദി ഇൻ റിലേഷൻ ടു ദി
എക്സ്റ്റേണൽ ഒബ്സർവർ നമ്മുടെ ഷോക്ക് വേവ് ഒരു സ്ഥലത്ത് അനങ്ങാണ്ടിരിക്കുന്ന പോലെ തോന്നും. ഓക്കെ, ഷോക്ക് വേവ് ഒരു സ്ഥലത്ത് അനങ്ങാണ്ട് നിൽക്കുന്നതായിട്ട് തോന്നും. അതെന്തുകൊണ്ടാണ്? ഇത് ഫ്ലോ ഫീൽഡിൻ്റെ വെലോസിറ്റിയും ഷോക്കിൻ്റെ വെലോസിറ്റിയും സെയിം ആവുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിങ് ഷോക്ക് വേവും മൂവിങ് ഷോക്ക് വേവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞാൽ, ഒരു സ്റ്റാൻഡിങ് ഷോക്ക് വേവ് ഉണ്ട് ഡിഫ്യൂസറിൻ്റെ എൻട്രിയിൽ. അപ്പോൾ ഡിഫ്യൂസറിൻ്റെ എൻട്രിയിൽ തന്നെയായിട്ടൊരു സ്റ്റാൻഡിങ് ഷോക്ക് വേവ് ഉണ്ട്. അവിടെ നിന്നാണ് ഈ ഫ്ലോ ഒക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗർ വരെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇത്രയും എക്സാജറേറ്റ് ചെയ്ത് ഇവിടെ വരയ്ക്കണമെന്നില്ല, ഇവിടം വരെ വരച്ചാലും മതി, ഡിഫ്യൂസറൊക്കെ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതൊരു നമ്മുടെ സ്റ്റാൻഡിങ് ഷോക്ക് വേവിൻ്റെ എൻട്രിയിൽ MX = ഗിവൻ ഡാറ്റ തന്നേക്കണത് എന്തൊക്കെയാണ്? M1 എന്ന് എടുക്കേണ്ട കാര്യമില്ല, കാരണം അവിടെ എക്സിലുള്ള സാധനം ഷോക്ക് വേവിൻ്റെ എക്സും വൈയും ഷോക്ക് വേവിൻ്റെ ഇൻലെറ്റ് എൻട്രിയും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിഫ്യൂസർ വരുന്നത്. ഡിഫ്യൂസറിൻ്റെ ഐസെൻട്രോപിക് ഫ്ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി തന്നേക്കണ കാര്യങ്ങൾ, പ്രഷർ 1.013 ബാർ. ഏതാ സ്റ്റാഗ്നേഷൻ പ്രഷറാണ്, സ്റ്റാറ്റിക് പ്രഷർ അല്ല. 1.013 ബാർ എന്ന് വെച്ചാൽ 1 അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെയാണ്. അപ്പോൾ പക്ഷേ അത് സാധാരണ സ്റ്റാറ്റിക് പ്രഷറായിട്ടാണ് തരാറ്. പക്ഷേ ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് അത് സ്റ്റാഗ്നേഷൻ പ്രഷറാണെന്നാണ് തന്നിരിക്കുന്നത്. കണ്ട, P0 എന്നാണ്, അത് ഓർക്കണം. അപ്പോൾ P0 = 1.013 ബാർ. അത് പാസ്കലിലേക്ക് ആക്കി എഴുതാം. ദെൻ ഇൻലെറ്റിലെ ടെമ്പറേച്ചർ എന്തുണ്ട്, സ്റ്റാറ്റിക് ടെമ്പറേച്ചർ എന്തുണ്ട്, 290 Kelvin. ഇനി തന്നേക്കുന്നത് ഡിഫ്യൂസറിൻ്റെ എക്സിറ്റ് ടു എൻട്രി റേഷ്യോ ആണ്. ഡിഫ്യൂസറിൻ്റെ എൻട്രി എന്ന് പറയുന്നത് A1 ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നമ്മുടെ ഷോക്കിൻ്റെ എക്സിറ്റും ഡിഫ്യൂസറിൻ്റെ എൻട്രിയും അവിടെ തന്നെ ആയതുകൊണ്ട് നമ്മളതിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് AY എന്ന് തന്നെ എടുത്തേക്കുന്നു. AY വേരിയബിൾ ആയിട്ട് തന്നെ എടുത്തത്. അപ്പോൾ A2/AY = 4. അതായത് പിന്നെ ലാസ്റ്റ് നിൽക്കുന്നത് M1 = MX = 2.2. അപ്പോൾ സ്റ്റാഗ്നേഷൻ സാധനങ്ങൾ എന്തൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഷോക്കിൻ്റെ അക്രോസ് ആയിട്ട് എന്തൊക്കെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണം? T0 സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ മാത്രമേ കോൺസ്റ്റൻ്റ് ആയിരിക്കുള്ളൂ, സ്റ്റാഗ്നേഷൻ പ്രഷർ കോൺസ്റ്റൻ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സ്റ്റാഗ്നേഷൻ സാധനങ്ങളൊക്കെ അറിയണം. നമ്മൾ ഇവിടെ ഐസെൻട്രോപ്പിക് ആണ്, ഇവിടെ നമ്മുടെ ഷോക്കാണ്. അപ്പോൾ ഇവിടെ ഐസെൻട്രോപ്പിക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഐസെൻട്രോപ്പിക്കിൻ്റെ കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഐസെൻട്രോപ്പിക്കിൻ്റെ കണ്ടീഷൻസിൽ എന്താണ്? ഐസെൻട്രോപ്പിക്കിൻ്റെ കണ്ടീഷൻസിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ, സ്റ്റാഗ്നേഷൻ പ്രഷേഴ്സ് എല്ലാനും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചേഴ്സ് എല്ലാനും സെയിം ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാർ കണ്ടീഷൻസും സെയിം ആയിരിക്കും. അതായത് കറസ്പോണ്ടിങ് ടു സം വാല്യൂ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് നമ്പർ 1 വരുന്ന ഏതൊരു വാല്യൂ ഉണ്ടാവും, അതെന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അത് ഞാൻ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിൽ നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ മോഡ്യൂൾ എടുക്കുമ്പോഴും. അത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തായാലും ഇവിടെ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് വേണ്ടി വരും. കാരണം ഇവിടുത്തെ എക്സിറ്റ് ടു എൻട്രി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക്